Hello all, welcome to the lectures of Theory of Computations. So before going into the details of the subject, we need to know something about the subject. So what is theory of computations? നിങ്ങൾ കേട്ടിട്ടുണ്ടോ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്? നിങ്ങൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന ഒരു പേപ്പർ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? Actually, theory of computations is a branch of both mathematics and computer science. കമ്പ്യൂട്ടർ സയൻസിൻ്റെയും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെയും ഒരു മേർജ്ഡ് കൺസെപ്റ്റാണ് ആക്ച്വലി തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് സി പ്രോഗ്രാമിംഗ് അല്ലേ? അപ്പോൾ ആ സി പ്രോഗ്രാമിങ്ങിൽ നിങ്ങൾ ഒരുപാട് കൺസെപ്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സിൻടാക്സ് ചെക്ക് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അത് കറക്റ്റാണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? കമ്പൈലേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വരുന്നുണ്ട്. ഒന്നുകിൽ എറേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ എറേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് റണ്ണിങ്ങിലേക്ക് പോവാം. അപ്പോൾ എങ്ങനെയാണ് ആ സി ലാംഗ്വേജിലൊക്കെ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യുന്നത്? അപ്പം നമ്മൾ ജസ്റ്റ് ഒരു പ്രോഗ്രാം നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ പ്രോസസ്സിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട് അല്ലേ? പക്ഷേ ഇതിൻ്റെയൊക്കെ ഇൻറ്റേർണലായിട്ട് എന്താണ് നടക്കുന്നത്? അപ്പോൾ ഇൻറ്റേർണലായിട്ട് നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രോഗ്രാം വർക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്, കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, അങ്ങനെ ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് അത് കീവേഡ് അല്ല എന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അപ്പോൾ അതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് ആക്ച്വലി ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസിലെ ഒരു പാർട്ടായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. സോ അങ്ങനെ പെർഫോം ചെയ്യണമെങ്കിൽ വി നീഡ് ടു സ്പെസിഫൈ ദ ഡെഫിനിഷൻസ് മാത്തമാറ്റിക്കലി. നമ്മൾ മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യണം എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് മാത്തമാറ്റിക്കലി നമുക്കൊരു ലാംഗ്വേജിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റണം. ഈ ലാംഗ്വേജ്, സി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിലുള്ള കൺസ്ട്രക്ട്സ്. ഇതിൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറൻ്റ് ഉണ്ടായിരിക്കും, ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും, ദെൻ ഒരു ഓപ്പറൻ്റ് ഉണ്ടായിരിക്കും. ആ ഒരു ഫോമാറ്റിലാണ് നമുക്ക് അതിൽ ഓപ്പറേഷൻസ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫോമാറ്റിലൊക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റണം. സോ അങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കൺസെപ്റ്റാണ് ആക്ച്വലി റെഗുലർ എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ ആ റെഗുലർ എക്സ്പ്രഷൻസ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ്സ് നമ്മൾ മാത്തമാറ്റിക്കലി ഒരു ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. സോ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ ഈസ് ബേസിക്കലി എ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്. ഇറ്റ് ഡീൽസ് വിത്ത് ഹൗ പ്രോബ്ലംസ് ക്യാൻ ബി സോൾവ്ഡ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. ഒരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം നമുക്ക് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനാണ് ആക്ച്വലി നമ്മൾ ഈ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. അതിലൊരുപാട് കൺസെപ്റ്റ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ കൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ബ്രാഞ്ച് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സിലബസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ മാത്തമാറ്റിക്സിൻ്റെ കുറച്ച് ബേസിക്സ് ആണ്. ദാറ്റ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ യുവർ ഫസ്റ്റ് സെമസ്റ്റർ ഇൻ ദ പേപ്പർ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്. അതിൽ നിങ്ങൾ സെറ്റ്സ്, ഗ്രാഫ്സ്, അതുപോലുള്ള കുറേ കൺസെപ്റ്റ്സ് പഠിച്ചിട്ടുണ്ടാകും, റിലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആ കൺസെപ്റ്റ്സ് ഒക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സോ ഞാൻ ഡയറക്റ്റ്ലി മൂവിങ് ഓൺ ടു സെക്കൻഡ് മൊഡ്യൂൾ. അവിടെയാണ് നമ്മൾ സബ്ജക്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിലേക്ക് വരുന്നത്. സോ നമുക്ക് തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഫോർമൽ ലാംഗ്വേജ് എന്താണെന്നുള്ളതാണ്. ഫോർമൽ ലാംഗ്വേജ്. So formal language is a language which is used to represent a problem mathematically. നമുക്കൊരു പ്രോബ്ലത്തിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ ഒരു ലാംഗ്വേജിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റേഷനാണ് എന്ത് പറയുന്നത്, ഫോർമൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് സി ലാംഗ്വേജ് ആണെങ്കിൽ ആ ലാംഗ്വേജിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനീഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെയാണ് നമ്മൾ ഫോർമൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്.
അത് നമുക്ക് 2 വേസിൽ ഡിസ്ക്രൈബ് ചെയ്യാം. ഫസ്റ്റ് വേ എന്ന് പറയുന്നത് നമുക്ക് സെറ്റ് ഓഫ് റൂൾസ്, നമ്മൾ സിൻഡാക്റ്റിക് റൂൾസ് ഉണ്ടാവില്ലേ, അതുപോലെ സിൻഡാക്സ് റൂൾസ് യൂസ് ചെയ്തിട്ട് സ്പെസിഫൈ ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു മെഷീൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. മെഷീൻ എന്ന് പറയുന്നത് ഒരു റിയൽ മെഷീൻ ആയിരിക്കില്ല, അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മളൊരു മാത്തമാറ്റിക്കലി ഒരു മെഷീൻ കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഡെഫിനിഷൻ മനസ്സിലാക്കുക. ഫോർമൽ ലാംഗ്വേജ്. ഫോർമൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ലാംഗ്വേജ് വിച്ച് ഈസ് ഡിഫൈൻഡ് മാത്തമാറ്റിക്കലി. നമ്മൾ മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യുന്ന, മാത്തമാറ്റിക്കലി ഡിസ്ക്രൈബ് ചെയ്യുന്ന ലാംഗ്വേജസിനെയാണ് എന്ത് പറയുന്നത്? ഫോർമൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. സോ ഈ ഫോർമൽ ലാംഗ്വേജ്, നിങ്ങൾ ഒരു ഫോർമൽ ലാംഗ്വേജിൽ റൂൾസ് റൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫോർമൽ ലാംഗ്വേജിലുള്ള ഒരു മെഷീൻ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഒരു ബേസിക് ഡെഫിനിഷൻസ് ഉണ്ട്, കുറച്ച് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ഉണ്ട്. ആ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ നമുക്കറിയണം. അപ്പോൾ ഈ ഫോർമൽ ലാംഗ്വേജ് നിങ്ങളിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിലും മലയാളം ലാംഗ്വേജ് ആണെങ്കിലും, അപ്പോൾ ആ ലാംഗ്വേജ് പഠിക്കുന്നതിന് മുൻപ് അതിൽ യൂസ് ചെയ്യുന്ന ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കാറില്ലേ? അതുപോലെ ആൽഫബറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ വേർഡ്സ് ഫോം ചെയ്യുക എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫോർമൽ ലാംഗ്വേജിലും ആൽഫബറ്റ്സ്, സ്ട്രിങ്സ്, അതേപോലെ ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. ആ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ബേസിക്കലി ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഡെഫിനിഷൻ ഈസ് സിംബൽ. എന്താണ് സിംബൽ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്ക് വിച്ച് ക്യാൻ ബി എനി ആൽഫബറ്റ്, ലെറ്റർ ഓർ എനി പിക്ചർ. അപ്പോൾ സിംബൽ എന്ന് പറയുന്നത് ഏതൊരു ഫോർമൽ ലാംഗ്വേജിൻ്റെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് എന്ത് പറയുന്നത്? സിംബൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിംബൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലാംഗ്വേജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ എനി സിംബൽസ് ആവാം, ABCD അങ്ങനത്തെ ആൽഫബറ്റ്സ് ആവാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ആവാം, എനി സിംബൽസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആവാം. അതുപോലെയുള്ള എനി സിംബൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് ആൽഫബറ്റ്. സോ ആൽഫബറ്റ്സ് ആർ സെറ്റ് ഓഫ് സിംബൽസ്. സിംബൽസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൽഫബറ്റ്. അപ്പോൾ ഈ ആൽഫബറ്റ് സെറ്റ് എന്ന് പറയുന്നത് ഓൾവേസ് ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡെഫിനിറ്റ് നമ്പർ ഓഫ് സിംബൽസ് മാത്രമേ ആ ഒരു ആൽഫബറ്റ് സെറ്റിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഫോർമൽ ലാംഗ്വേജ് എടുക്കണ്ട, നിങ്ങളുടെ നോർമൽ സ്പോക്കൺ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന സിംബൽസ് ആണ് ABCD എന്നൊക്കെ പറയുന്നത്. ആ സിംബൽസ് A to Z, സ്മോൾ ലെറ്ററും A to Z ക്യാപിറ്റലും വന്നു കഴിഞ്ഞാൽ എന്തായി? ആൽഫബറ്റ് സെറ്റായി. ആ ലാംഗ്വേജിൻ്റെ ആൽഫബറ്റ് സെറ്റാണത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് നോക്കുക. നിങ്ങൾ സിഗ്മ എന്ന സിംബൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആൽഫബറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ സിഗ്മ ഈസ് ഈക്വൽ ടു 0, 1. ഇതൊരു ആൽഫബറ്റിൻ്റെ സെറ്റാണ്. ഈ ആൽഫബറ്റ് സെറ്റിൽ ഓൺലി 2 സിംബൽസ് ആണുള്ളത്, 0 and 1. നെക്സ്റ്റ് വേറൊരു ആൽഫബറ്റ് സെറ്റ് കൊടുത്തിട്ടുണ്ട്, 0, 1 etc. 9. ഇതിൽ 0 മുതൽ 9 വരെയുള്ള ഡെസിമൽ ഡിജിറ്റ്സ് ആണ് സിംബൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ആൽഫബറ്റ് ഈസ് ഫൈനൈറ്റ്. എപ്പോഴും എന്തായിരിക്കും? ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും ആൽഫബറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കുക. സിഗ്മ ഈസ് ഈക്വൽ ടു ABC, സ്മോൾ ലെറ്റർ ABC കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് A to Z കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ബേസിക്കായിട്ട് സിംബൽ എന്താണ്, ആൽഫബറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് സ്ട്രിങ് ആണ് അല്ലേ? നമുക്കിനി ആൽഫബറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ആൽഫബറ്റിലെ സിംബൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് സിംബൽസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ട്രിങ്സ് ഫോം ചെയ്യാം, അല്ലെങ്കിൽ വേർഡ്സ് ഫോം ചെയ്യാം. സോ സ്ട്രിങ് ഈസ് എ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിംബൽസ്. ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിംബൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ആൽഫബറ്റിൽ നിന്ന് എടുക്കുന്ന ഫൈനൈറ്റ് സെറ്റ് ഓഫ് സിംബൽസിനെയാണ് നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി നമ്മൾ സ്ട്രിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ W യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, സ്ട്രിങ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സിംബൽ ഏതാണ്? W ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് സ്ട്രിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ബേസിക്കായിട്ട് വരുന്ന കുറച്ച് ഡെഫിനിഷനാണ് ലെങ്ത് ഓഫ് എ സ്ട്രിങ് എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് എ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ
W is a string. Suppose sigma is equal to A, B. ഇതാണ് നമ്മുടെ ആൽഫബറ്റ്. അപ്പോൾ ആ ഒരു ആൽഫബറ്റ് സെറ്റ് യൂസ് ചെയ്തിട്ട് ഞാനൊരു സ്ട്രിങ് കൺസ്ട്രക്ട് ചെയ്തു AB. സോ W ഈസ് AB. ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിങ്ങൾക്കറിയാം 2 ആണ് അല്ലേ. നമ്പർ ഓഫ് സിംബൽസ് ഇൻ എ സ്ട്രിങ് ഈസ് കോൾഡ് ലെങ്ത് ഓഫ് എ സ്ട്രിങ് അല്ലേ. നമ്പർ ഓഫ് സിംബൽസ് ഇൻ എ സ്ട്രിങ് ഈസ് നോൺ ആസ് ലെങ്ത് ഓഫ് എ സ്ട്രിങ്. സോ നമ്മൾ ലെങ്ത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോഡ് സിംബൽ യൂസ് ചെയ്തിട്ടാണ്. മോഡ് W മീൻസ് ലെങ്ത് ഓഫ് W. സോ ഹിയർ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ഈസ് 2. ഓക്കെ. നെക്സ്റ്റ് കൺസെപ്റ്റ് ഈസ് എംപ്റ്റി സ്ട്രിങ്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന കൺസെപ്റ്റാണ് എംപ്റ്റി സ്ട്രിങ്. എംപ്റ്റി മീൻസ് നത്തിങ് എന്നുള്ള മീനിങ് ആണ് അല്ലേ. സ്ട്രിങ് ആയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല എന്നുള്ള മീനിങ് ആണ്. ബട്ട് എംപ്റ്റി സ്ട്രിങ് ഡസൻറ്റ് മീൻ സ്പേസ്. സ്പേസ് അല്ല എംപ്റ്റി സ്ട്രിങ് എന്ന് പറഞ്ഞാൽ. എംപ്റ്റി സ്ട്രിങ്ങിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ 3 സിംബൽസ് നമുക്ക് യൂസ് ചെയ്യാം. എപ്സലോൺ ഓർ ലാംഡ ഓർ ഫൈ. ഇതിൽ 3ൽ ഏത് സിംബൽ വേണമെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിലും കാണാം. ഈ 3 സിംബലും ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? എംപ്റ്റി സ്ട്രിങ്ങിനെയാണ്. എപ്സലോൺ, ലാംഡ അല്ലെങ്കിൽ നൾ സ്ട്രിങ് കാണിക്കുന്നത്. സോ ഇതാണ് എംപ്റ്റി സ്ട്രിങ്ങിനെ ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സബ്സ്ട്രിങ്. അടുത്തതാണ് എന്ത്? സബ്സ്ട്രിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ സബ്സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സ്ട്രിങ്ങിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് എന്ത് പറയുന്നത്? സബ്സ്ട്രിങ് എന്ന് പറയുന്നത്. സപ്പോസ് W ഈസ് ഈക്വൽ ടു ABC. ABC എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ സബ്സ്ട്രിങ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? A is a substring, then B is a substring, C is a substring, AB is a substring, BC is a substring, then ABC is a substring. AC substring ആവുമോ? ഇല്ല അല്ലേ. AC എന്ന് പറയുന്നത് നോട്ട് കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല. സോ AC എന്ന് പറയുന്നത് എന്തല്ല? സബ്സ്ട്രിങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് സബ്സ്ട്രിങ് ഓഫ് എ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. സ്ട്രിങ്സ് ആർ ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് സിംബൽസ് ഫ്രം ആൽഫബറ്റ്. സ്ട്രിങ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് W ലെറ്റർ യൂസ് ചെയ്തിട്ടാണ്. ലെങ്ത് ഓഫ് എ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഓർ സിംബൽസ് ഇൻ എ സ്ട്രിങ്. ഡിനോട്ട് ചെയ്യുന്നത് മോഡ് W യൂസ് ചെയ്തിട്ടാണ്. ദെൻ എംപ്റ്റി സ്ട്രിങ് എന്ന് പറയുന്നത് നത്തിങ് എന്നുള്ള മീനിങ് ആണ്. സ്ട്രിങ്ങിൽ പ്രത്യേകിച്ച് വാല്യൂ ഒന്നുമില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന സിംബൽസ് ഏതൊക്കെയാണ്? എപ്സലോൺ, ലാംഡ, നൾ സ്ട്രിങ്ങിൻ്റെ റെപ്രസെൻറ്റേഷൻ. ദെൻ സബ്സ്ട്രിങ് എന്ന് പറയുന്നത് എനി സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്, എനി സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ എ സ്ട്രിങ്. എനി സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് മാത്രം പോരാ, എനി കണ്ടിന്യൂസ് സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഓഫ് എ സ്ട്രിങ് ഈസ് കോൾഡ് സബ്സ്ട്രിങ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്സ്. സ്ട്രിങ്സിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പൈനിങ് ഓഫ് 2 സ്ട്രിങ്സ്. നമ്മൾ 2 സ്ട്രിങ്സിനെ കമ്പൈൻ ചെയ്യുന്നതാണ് കൺകാറ്റിനേഷൻ എന്ന് പറയുന്നത്. സപ്പോസ് X ഈസ് എ സ്ട്രിങ് ആൻഡ് Y ഈസ് അനദർ സ്ട്രിങ്. ദെൻ X ഡോട്ട് Y ഈസ് ഈക്വൽ ടു എന്താണ് വരിക? XY. അതായത് നമ്മൾ Xൽ കൊടുത്തിട്ടുണ്ട് ഗുഡ്, Yയിൽ കൊടുത്തിട്ടുണ്ട് മോർണിംഗ്. അങ്ങനെ 2 സ്ട്രിങ്സിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അസ്യൂം ചെയ്യുക. ദെൻ X ഡോട്ട് Y ഈസ് ഈക്വൽ ടു ഗുഡ് മോർണിംഗ്. ഓക്കെ. ദെൻ നമ്മൾ കൺകാറ്റിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. ആ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്താണ് പറയുന്നത്? എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ്. ഇതാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സ്പെസിഫൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ്. ഓക്കെ, ഇതാണ് കൺകാറ്റിനേഷൻ്റെ ഒരു പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഐഡൻറ്റിറ്റി എലിമെൻറ്റ്.
നമ്മൾ കൺകാറ്റിനേഷൻ പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഐഡൻറ്റിറ്റി എലിമെൻ്റ് ആണ് നമ്മുടെ എം ടി സ്ട്രിങ് ആയിട്ടുള്ള എപ്സലോൺ എന്ന് പറയുന്നത്. സോ കൺകാറ്റിനേഷൻ്റെ കേസിൽ ഐഡൻറ്റിറ്റി എലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എപ്സലോൺ ആണ്. സോ ദാറ്റ് മീൻസ് എക്സ് ഡോട്ട് എപ്സലോൺ ഈസ് ഈക്വൽ ടു എപ്സലോൺ ഡോട്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. അതായത് നമ്മളൊരു എം ടി സ്ട്രിങ്ങിനെ ഏതൊരു സ്ട്രിങ്ങിൻ്റെ എൻഡിലേക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ അതിൻ്റെ ബിഗിനിങ്ങിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സെയിം ആ സ്ട്രിങ് തന്നെയായിരിക്കും. സോ ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി എലിമെൻറ്റ്. സോ ദ ഐഡൻറ്റിറ്റി എലിമെൻറ്റ് ഫോർ കൺകാറ്റിനേഷൻ ഈസ് എപ്സിലോൺ. ഓക്കെ. ദെൻ നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്യാൻസലേഷൻ. എന്തായിരിക്കും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്? സപ്പോസ് നമുക്കൊരു സ്ട്രിങ് ഉണ്ട് ZX ഈസ് ഈക്വൽ ടു ZY. അപ്പോൾ അതിൽ ലെഫ്റ്റിലും Z ഉണ്ട്, റൈറ്റിലും Z ഉണ്ട്. സോ നമുക്ക് ഈ Z ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഈസ് ഈക്വൽ ടു വൈ. അതാണ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്യാൻസലേഷൻ പ്രോപ്പർട്ടി പറയുന്നത്. അതായത് കോമൺ ആയിട്ട് ഒരു എലിമെൻ്റ് ഉണ്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. സോ നമുക്ക് അതിനെ കോമൺ ആയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യാം? എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയാം. ഓക്കെ. ദെൻ ഫൈനലി ഒരു പ്രോപ്പർട്ടി പറയാണ്. നമ്മൾ സ്പെഷ്യലായിട്ട് അതിന് നെയിമൊന്നും യൂസ് ചെയ്യുന്നില്ല. ആ പ്രോപ്പർട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കൺകാറ്റിനേറ്റ് ചെയ്ത സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് മോഡ് എക്സ് ഡോട്ട് വൈ ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. അതായത് എക്സ് വൈ എന്ന് പറയുന്നത് രണ്ട് സ്ട്രിങ്സ് ആണ്. അതായത് ഗുഡ് മോർണിംഗ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലെങ്ത്ത്, അതായത് ഗുഡ് മോർണിംഗ് എന്നുള്ള ആ ഒരു വേർഡിൻ്റെ ലെങ്ത്ത്, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗുഡിൻ്റെ ലെങ്ത്ത് പ്ലസ് മോർണിംഗിൻ്റെ ലെങ്ത്ത് ആയിരിക്കും. അതാണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്. സ്പെസിഫിക് നെയിം യൂസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയാണ് കൺകാറ്റിനേഷൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ടു സ്ട്രിങ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ സ്ട്രിങ് ഫോം ചെയ്യുന്നതിനെയാണ് കൺകാറ്റിനേഷൻ ഓഫ് സ്ട്രിങ്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, ഐഡൻറ്റിറ്റി എലിമെൻറ്റ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ക്യാൻസലേഷൻ, ഫൈനലി മോഡ് എക്സ് ഡോട്ട് വൈ ഈസ് ഈക്വൽ ടു മോഡ് എക്സ് പ്ലസ് മോഡ് വൈ. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. പ്രിഫിക്സ് ആൻഡ് സഫിക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രിഫിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രിങ്ങിൽ വരുന്ന ലീഡിങ് സിംബൽസിനെയാണ് പ്രിഫിക്സ് എന്ന് പറയുന്നത്. സഫിക്സ് എന്ന് പറയുന്നത് ട്രെയിലിംഗ് സിംബൽസിനെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. സോ ലീഡിംഗ് സിംബൽസ് ഓഫ് എ സ്ട്രിങ് ഈസ് കോൾഡ് പ്രിഫിക്സ് ആൻഡ് ട്രെയിലിംഗ് സിംബൽസ് ഓഫ് എ സ്ട്രിങ് ഈസ് കോൾഡ് സഫിക്സ്. അപ്പോൾ എന്താണ് ഈ ലീഡിംഗ്, എന്താണ് ട്രെയിലിംഗ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ABC എന്ന് പറയുന്ന ABC എന്ന് പറഞ്ഞിട്ടൊരു സ്ട്രിങ് ഉണ്ട്. W ഈസ് ഈക്വൽ ടു ABC എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രിങ്ങിൻ്റെ പ്രിഫിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് എപ്സലോൺ AB ABC. ഇതിൻ്റെ സഫിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്സലോൺ ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടായിരിക്കും. ദെൻ BC ABC. ഓക്കെ. ട്രെയിലിംഗ് സിംബൽസ്. അതാണ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഓഫ് എ സ്ട്രിങ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റിവേഴ്സ് ഓഫ് എ സ്ട്രിങ്. എന്താണ് റിവേഴ്സ് ഓഫ് എ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും അറിയുന്നതാണ്. റിവേഴ്സ് ഓഫ് എ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു സ്ട്രിങ്ങിൻ്റെ ക്യാരക്ടേഴ്സിനെ നേരെ റിവേഴ്സ് ഓർഡറിൽ പ്ലേസ് ചെയ്യുന്നതിനെയാണ് റിവേഴ്സ് ഓഫ് എ സ്ട്രിങ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. W പവർ R. W പവർ R മീൻസ് റിവേഴ്സ് ഓഫ് ദി സ്ട്രിങ് W. അതാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. ഈ റെപ്രസെൻറ്റേഷനൊക്കെ നിങ്ങൾ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ നൊട്ടേഷൻസ് മാത്രമായിരിക്കും ഉണ്ടാവുക. റിവേഴ്സ് ഓഫ് എ സ്ട്രിങ് എന്ന് പറഞ്ഞിട്ട് തരില്ല. അപ്പോൾ നിങ്ങൾ W⁻R എന്ന് കണ്ടാൽ നിങ്ങളത് റിവേഴ്സ് ഓഫ് എ സ്ട്രിങ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് പവർ ഓഫ് ആൽഫബറ്റ്. എന്താണ് പവർ ഓഫ് ആൽഫബറ്റ്? ആൽഫബറ്റ് നിങ്ങൾക്കറിയാം സിഗ്മ യൂസ് ചെയ്തിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദ പവർ ഓഫ് ആൽഫബറ്റ് സെറ്റ് സിഗ്മ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓഫ് എ certain ലെങ്ത് ഫ്രം ദി ആൽഫബറ്റ് ഈസ് കോൾഡ് പവർ ഓഫ് ആൽഫബറ്റ്. അതായത് നമ്മളൊരു certain ലെങ്ത് ഉള്ള സ്ട്രിങ്സിനെ ആൽഫബറ്റ് സെറ്റിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ഓഫ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. സോ സിഗ്മ പവർ 0. സിഗ്മ പവർ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ലെങ്ത്ത് 0 വരുന്ന സ്ട്രിങ്സ്. ലെങ്ത്ത് 0 വരുന്ന സ്ട്രിങ്സ്. അപ്പോൾ അതെന്തായിരിക്കും? ഡെഫിനറ്റ്ലി എപ്സിലോൺ ആയിരിക്കും. ദെൻ സിഗ്മ പവർ 1. സിഗ്മ പവർ 1 എന്ന് പറയുന്നത് ലെങ്ത്ത് 1 വരുന്ന സ്ട്രിങ്സ്. അപ്പോൾ നമുക്ക് സിഗ്മ ഈസ് ഈക്വൽ ടു എ ബി അങ്ങനെയൊരു ആൽഫബറ്റ് സെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സിഗ്മ പവർ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും സെറ്റിൽ വരിക? എ ബി. ഇനി നമ്മൾ സിഗ്മ പവർ 2 എടുക്കുകയാണ്. സിഗ്മ പവർ 2 എന്ന് പറയുന്നത് 2 ലെങ്ത് ഉള്ള സ്ട്രിങ്. നമ്മൾ സെയിം ആൽഫബറ്റ് സെറ്റിനെ തന്നെ എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടും എ ബി ബി. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ആൽഫബറ്റ് സെറ്റ് പവർ സെറ്റ് എന്ന് പറയുന്നത്. സിഗ്മ ഈസ് ഈക്വൽ ടു എ ബി എന്ന ആൽഫബറ്റ് സെറ്റിൻ്റെ ലെങ്ത്ത് 2 വരുന്ന സ്ട്രിങ്സിൻ്റെ സെറ്റ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ബി ബി. അപ്പോൾ നിങ്ങൾക്കിതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളൊരു പെർട്ടിക്കുലർ ലെങ്ത് ഉള്ള സ്ട്രിങ്സിൻ്റെ സെറ്റിൽ എത്ര എലിമെൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് മോഡ് സിഗ്മ പവർ n ആണ് യൂസ് ചെയ്യുന്നത്. മോഡ് സിഗ്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആൽഫബറ്റ് സെറ്റിൻ്റെ ലെങ്ത് ആണ് മീൻ ചെയ്യുന്നത്. n എന്ന് പറയുന്നത് നമ്മുടെ ജനറേറ്റ് ചെയ്യുന്ന സെറ്റിൻ്റെ ലെങ്ത്ത്. അതായത് സിഗ്മ പവർ 0 എന്ന് പറയുമ്പോൾ എന്താണ്? ലെങ്ത്ത് 0 ആയിരിക്കും. സിഗ്മ പവർ 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? n ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. സിഗ്മ പവർ 2 എന്ന് പറയുമ്പോൾ n എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പം സിഗ്മ ഈസ് ഈക്വൽ ടു എ ബി എന്നാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്തെടുത്തത്. സോ അതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? 2 പവർ n. 2 പവർ n എന്ന് പറയുന്നാൽ 2 പവർ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ആ 4 തന്നെയല്ലേ നമുക്കിവിടെ വന്നിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഇതാണ് പവർ എന്ന് പറയുന്നത്, പവർ ഓഫ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കിങ്ങനെ സിഗ്മ പവർ 0, 1, 2, 3 എറ്റ്സെട്ര അങ്ങനെ നമുക്ക് ഒരു സെറ്റ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് പവർ സെറ്റ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി ജനറലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഫൈനലി കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന ഒരു സെറ്റ് ഉണ്ട്, സിഗ്മ സ്റ്റാർ അല്ലെങ്കിൽ ക്ലീൻ ക്ലോഷർ എന്ന് പറയും. ഓക്കെ, സിഗ്മ സ്റ്റാർ ഓർ ക്ലീൻ ക്ലോഷർ, സിഗ്മ സ്റ്റാർ. അപ്പോൾ ഇതിൻ്റെ നൊട്ടേഷൻ നോക്കാം, സിഗ്മ സ്റ്റാർ. അപ്പോൾ ഈ സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത് സിഗ്മ പവർ 0 യൂണിയൻ സിഗ്മ പവർ 1 യൂണിയൻ സിഗ്മ പവർ 2 അങ്ങനെ എറ്റ്സെട്ര സിഗ്മ പവർ n വരെ പോകുന്നതാണ് സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ സിഗ്മ സ്റ്റാറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലീൻ ക്ലോഷർ. എന്താണ്? ക്ലീൻ ക്ലോഷർ അല്ലെങ്കിൽ സ്റ്റാർ ക്ലോഷർ എന്ന് പറയും. സ്റ്റാർ ക്ലോഷർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ഒരു ലാംഗ്വേജിൻ്റെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയാം. ഓക്കെ, സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിഗ്മ പവർ 0 യൂണിയൻ സിഗ്മ പവർ 1 യൂണിയൻ സിഗ്മ പവർ 2 എറ്റ്സെട്ര സിഗ്മ പവർ n. അതായത് 0 ലെങ്ത്ത് മുതൽ n ലെങ്ത്ത് വരെയുള്ള സ്ട്രിങ്സിനെല്ലാം കൂടെ നമ്മൾ യൂണിയൻ ചെയ്ത് എഴുതിയാലാണ് നമുക്ക് എന്ത് കിട്ടാം? സിഗ്മ സ്റ്റാർ. അതായത് പവർ സെറ്റ്, പവർ സെറ്റ് ഓർ യൂണിവേഴ്സൽ സെറ്റ്. പവർ സെറ്റ് അല്ല, യൂണിവേഴ്സൽ സെറ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്ലീൻ ക്ലോഷർ ഓർ സ്റ്റാർ ക്ലോഷർ എന്ന് പറയാം. ഇതിൽ നിന്ന് നമുക്ക് സിഗ്മ സ്റ്റാർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഓർ എപ്സിലോൺ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സിഗ്മ പ്ലസ്. ഓക്കെ, ഈ സിഗ്മ സ്റ്റാറിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സിഗ്മ പവർ 0നെ അങ്ങോട്ട് റിമൂവ് ചെയ്യാണ്. സോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? സിഗ്മ പ്ലസ്. സിഗ്മ പ്ലസിനെയാണ് നമ്മൾ വിളിക്കുന്നത് പോസിറ്റീവ് ക്ലോഷർ. ഓക്കെ,
ഇപ്പോൾ പവർ ഓഫ് ആൽഫബറ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർട്ടിക്കുലർ ലെങ്ത് ഉള്ള സ്ട്രിങ്ങിൻ്റെ സെറ്റിനെയാണ് എന്ത് പറയുന്നത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിഗ്മ പവർ 0 നൊട്ടേഷൻ ശ്രദ്ധിക്കണം. പവർ യൂസ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. സിഗ്മ പവർ 0 മീൻസ് 0 ലെങ്ത് സ്ട്രിങ്സ് ഓവർ ആൽഫബറ്റ് സിഗ്മ. സിഗ്മ പവർ 1 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 2 ഓവർ സിഗ്മ. ഓക്കെ, അങ്ങനെ നമ്മൾ n വരെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അതിൽ നമ്മൾ ഫൈനലി കിട്ടുന്നതാണ് സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത്. ദ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ആണ് എന്ത്? സിഗ്മ സ്റ്റാർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്ലീൻ ക്ലോഷർ ഓർ സ്റ്റാർ ക്ലോഷർ ഓർ യൂണിവേഴ്സൽ സെറ്റ്. ദെൻ നമ്മൾ അതിൽ നിന്ന് എപ്സിലോണിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പോസിറ്റീവ് ക്ലോഷർ ആയിട്ടുള്ള സിഗ്മ പ്ലസ് കിട്ടുന്നത്. ഓക്കെ, ഇത്രയാണ് പവർ സെറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ലാംഗ്വേജ്, ഫോമൽ ലാംഗ്വേജ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഫൈനലി നമുക്ക് ലാംഗ്വേജിലേക്ക് എത്തണം അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് നമ്മൾ സിമ്പൽ പറഞ്ഞു, ലാംഗ്വേജിലേക്ക് ആവശ്യമുള്ള സിമ്പലിനെ പറഞ്ഞു. ദെൻ ആൽഫബറ്റ് പറഞ്ഞു, അതായത് സിമ്പിൾസിൻ്റെ കളക്ഷനാണ് ആൽഫബറ്റ്, അത് ഫൈനൈറ്റ് ആയിരിക്കും. ദെൻ ആ ആൽഫബറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സ്ട്രിങ്സ് ക്രിയേറ്റ് ചെയ്തു. ആ സ്ട്രിങ്സിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? പവർ ഓഫ് ആൽഫബറ്റ്. പവർ ഓഫ് ആൽഫബറ്റ് എന്ന് പറയുന്നത് ഒരു ആൽഫബറ്റിലുള്ള സിമ്പിൾസിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സ്ട്രിങ്സിനെയാണ് നമ്മൾ ശരിക്കും എന്ത് പറയുന്നത്? പവർ ഓഫ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരു ഡിക്ഷണറി കൺസ്ട്രക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ള സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ പോസിബിളായിട്ടുള്ള സ്ട്രിങ്സ് കൺസ്ട്രക്ട് ചെയ്യാം. ആ എല്ലാ പോസിബിലിറ്റീസും വരുന്നതാണ് ശരിക്കും പവർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സ്മോൾ ഡെഫിനിഷൻസ് മുതൽ പറയുകയാണെങ്കിൽ സിഗ്മ പവർ 0, സിഗ്മ പവർ 1, അങ്ങനെ ഫൈനലി സിഗ്മ സ്റ്റാർ വരെയുണ്ട്. അപ്പോൾ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സിഗ്മ സ്റ്റാറിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് ലാംഗ്വേജ് വരുന്നത്. സോ എ ലാംഗ്വേജ് ഈസ് എ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ചൂസൺ ഫ്രം സം സിഗ്മ സ്റ്റാർ. ഏതെങ്കിലും ഒരു സിഗ്മ സ്റ്റാർ എന്ന് എടുക്കുന്ന സെറ്റ് ഓഫ് സ്ട്രിങ്സ് ആയിരിക്കും നമുക്ക് ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? നമുക്ക് തന്നിട്ടുള്ള സിഗ്മ സ്റ്റാർ അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിഗ്മ സ്റ്റാർ എന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന സെറ്റ് ഓഫ് സ്ട്രിങ്സിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ ലാംഗ്വേജ് ഈസ് എ സബ്സെറ്റ് ഓഫ് സിഗ്മ സ്റ്റാർ. ലാംഗ്വേജിനെ നമ്മൾ നോർമലി റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ L യൂസ് ചെയ്തിട്ടാണ്. സോ L ഈസ് എ സബ്സെറ്റിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ഇതല്ലേ? സബ്സെറ്റ് ഓഫ് സിഗ്മ സ്റ്റാർ ഓർ സ്റ്റാർ ക്ലോഷർ. ഇത്രയാണ് ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ തിയറി ഓഫ് കമ്പ്യൂട്ടേഷനിൽ. ഫോമൽ ലാംഗ്വേജ് എന്തിനാണ് ഈ ഒരു സബ്ജക്റ്റ് വരുന്നത്? ഈ സബ്ജക്റ്റിൽ ഫോമൽ ലാംഗ്വേജ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഫോമൽ ലാംഗ്വേജ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളത്. സോ ഫോമൽ ലാംഗ്വേജിൻ്റെ ഡെഫിനിഷനിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഫോമൽ ലാംഗ്വേജിൻ്റെ ഡെഫിനിഷനിലേക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ഐഡിയാസാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.